ഇറാനിൽ പുറത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിൽ ഇപ്പോൾ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ മറ്റൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ് അമേരിക്ക. ഇറാൻ അകത്ത് ഒരു ആഭ്യന്തര യുദ്ധം തുടങ്ങാനാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഇതിനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാനിലെ കുർദിഷ് വിമത സേനയ്ക്ക് ആയുധങ്ങൾ വിതരണം ചെയ്ത് ഇറാൻ ഭരണകൂടത്തിനെതിരെ കലാപം സൃഷ്ടിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. ഇതിനായി ഇറാഖിലെ കുർദിഷ് നേതാക്കളുമായും ഇറാനിലെ പ്രതിപക്ഷ ഗ്രൂപ്പുകളുമായും ട്രംപ് ഭരണകൂടം സജീവമായി ചർച്ചകൾ നടത്തി വരികയാണ്. ചുരുക്കത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും പുറമെ ഇറാനെതിരെ മറ്റൊരു സൈന്യം കൂടി ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നടത്തുന്ന പോരാട്ടം ഇപ്പോൾ 5ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. നമുക്കറിയാമല്ലോ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്, കനത്ത ആക്രമണം തുടരുകയാണ്. മറുപടിയായി ഇസ്രയേലിലേക്കും അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും ഇറാനും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. അതിനിടെ UAE-യുടെ നേരെയും ഇറാൻ 1000-ലധികം ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഇറാനിൽ മാത്രം 787 പേരാണ് കൊല്ലപ്പെട്ടത്. ആദ്യം ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമായിരുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കങ്ങളെ കുറിച്ച് പ്രതികരിച്ചത്. അതിനിടെ യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനിയാണ് പുതിയ നേതാവായി ഇറാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ IRGC-യുടെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്ത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും തുടർച്ചയായ ബോംബാക്രമണങ്ങൾ, മറുവശത്ത് രാജ്യത്തിനകത്ത് തന്നെ CIA-യുടെ പിന്തുണയോടെ ഉയർന്നു വരുന്ന കുർദിഷ് സേനയുടെ കലാപം. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഇറാൻ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഒരു ഭരണമാറ്റം ഇറാനിൽ കാണുകയല്ലാതെ ഈ യുദ്ധം നിർത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.